ആദിലിന് എയർപോർട്ടിൽ വെച്ച് സ്വർണം കൈമാറിയ ആളെ ഇതുവരെ പോലീസിന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ 1 കിലോ സ്വർണം മാറ്റിയത് അവനായിരിക്കണം. എന്നിട്ട് അവൻ തന്നെ ആദിലിനെ പോലീസിന് ഒറ്റിക്കൊടുത്ത അവനും മതി. ഈ കടത്തുകാരുടെ ഇടയിൽ തന്നെ ഒറ്റുകാരുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇതങ്ങനെ തന്നെ അവന്റെ സാധ്യത. 1 കിലോ സ്വർണം മാറ്റിവെച്ചവൻ ഇപ്പൊ രാജ്യം വിട്ടു കാണും. ആ പേരും പറഞ്ഞ് രഘുവേട്ടനെ ആരും തേടി വരില്ലച്ച. വരാതിരുന്ന അത്രയും നല്ലത്. അവന്മാരുടെയൊക്കെ കണ്ണിലെ കരടായി മാറിയ പിന്നെ ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാ. എന്തായാലും നീ കുറച്ചു ദിവസത്തേക്ക് വണ്ടി ഓടാനൊന്നും പോണ്ട. ഞാനും അതാച്ച രഘുവേട്ടനോട് പറഞ്ഞത്. ഓടാതിരിക്കാൻ പറ്റില്ല അമ്മാവ. നമ്മള് പതിപോലെ ജോലിക്ക് പോയില്ലെങ്കിൽ എല്ലാരും നമ്മളെ സംശയിക്കും. അതുകൊണ്ട് വണ്ടിയായി പോകാൻ തന്നെ എന്റെ തീരുമാനം. നീ പറയുന്നതിലും കാര്യമുണ്ട്. എന്നാലും നോക്കിയും കണ്ടുമൊക്കെ മതി. എവിടെ പോയാലും സ്വയം രക്ഷ ഉറപ്പുവരുത്തണം. ഒരു കുടുംബം നിന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നുണ്ടെന്ന് എപ്പോഴും ഓർമ്മ വേണം. രഘുവേട്ട, എന്തിനാടാ വാവേ മരുന്ന് വാങ്ങാൻ നീ അമ്മയെ വിട്ട്? അച്ഛനെ വിളിച്ചു പറഞ്ഞിരുന്നെങ്കിൽ അച്ഛൻ വാങ്ങിച്ചോണ്ട് വരില്ലായിരുന്നോ? മോനെ, ഞാൻ അനുവിനോട് പറഞ്ഞതാ ഇന്ദിരാ. അപ്പ പറഞ്ഞു ജോലിയുള്ളവരെ ഒന്നും ബുദ്ധിമുട്ടിക്കണ്ട, ഞാൻ ഇവിടെ ഒരു പണിയില്ലാതിരിക്കല്ലേന്ന്. എന്നാ പിന്നെ ആർക്കും ഒരു ഉപയോഗം ഇല്ലാതിരിക്കുന്ന ഞാനിവിടെ ഉണ്ടല്ലോ, എന്നെ പറഞ്ഞു വിടുവോ? അതും ഇല്ല. ഭാനുവമ്മയെ കൊണ്ട് ആർക്കും ഒരു ഉപകാരമില്ലെന്ന് ആരാ പറഞ്ഞത്? പണ്ട് ഞാനും എന്റെ കൂടപ്പുറപ്പുകളും വളർന്നത് ഭാനുവമ്മയുടെ തണലില്ല. ഇപ്പോ അനു എന്റെ മോനെ ഇവിടെ തനിച്ചു കഴിയുമ്പോ എന്റെ ഏക ആശ്വാസം ഭാനുവമ്മ അവരോടൊപ്പം ഇവിടെ ഉണ്ടല്ലോ എന്നുള്ളതാ. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നിയോഗം കൂടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഇവിടെ എത്തിപ്പെടുവോ? അല്ല, അനു ഇന്ദ്രനോട് ഇവിടെ വരാൻ പറഞ്ഞത് എന്തിനായിരിക്കും? അതാ ഭാനുവമ്മേ എനിക്ക് മനസ്സിലാവാത്തത്. എന്തെങ്കിലും ആവശ്യമില്ലാതെ അനു കാണണമെന്ന് പറയില്ല. അനുമോള് വരുന്നുണ്ട്. ഇന്ദ്രേട്ടൻ വന്നിട്ട് കുറെ നേരമായോ? കുറച്ച് സമയമായി. നീ വിളിച്ച ഉടനെ ഞാൻ ഷോപ്പിൽ നിന്ന് ഇറങ്ങി. അവിടെന്നേ ഓട്ടോ ഒന്നും കിട്ടിയില്ല, ഞാൻ നടന്നാ വന്നേ. ഭാനുമേ, കുടിക്കാൻ കുറച്ച് വെള്ളം തരാം. ഓ, ഇപ്പൊ കൊണ്ടുവരാം മോളെ. വാ മക്കളെ, വാ. അനു മെഡിക്കൽ സ്റ്റോറിൽ പോയതല്ലേ? പിന്നെന്താ അത്ര താമസിച്ചേ? ടൗണിലേക്ക് പോയോ? ഇല്ല, ഞാൻ മെഡിക്കൽ സ്റ്റോറിൽ പോയപ്പോ അവിടെ പ്രതിഭയെ കണ്ടു. പ്രതിഭ മെഡിസിൻ വാങ്ങിക്കാൻ വന്നാണോ? അസുഖമൊന്നുമില്ലല്ലോ അല്ലേ? എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയ്ക്ക് തലവേദനയുടെ ഗുളിക വാങ്ങാൻ വന്നതാ. ഭർത്താവിന്റെ അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കാൻ പോവാ പ്രതിഭ. എല്ലാത്തിന്റെയും തുടക്കം പ്രതിഭയുടെ വയറ്റിലെ ജന്മം കൊണ്ട് ഈ ജീവനാനു. ഈ കുഞ്ഞ് ജനിക്കരുതെന്ന സത്യന്റെ അമ്മ പറയുന്നത്. അനുവിനിത് എന്നോട് പറയാൻ തോന്നിയത് നന്നായി. ഇത് സീരിയസ് ആയിട്ട് കൈകാര്യം ചെയ്യേണ്ട ഒരു മാറ്റർ തന്നെയാണ്. അതുകൊണ്ടാ ഞാൻ ഫോണിൽ പറയാതെ
ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. എത്ര തിരക്കുണ്ടെങ്കിലും അത് മാറ്റി വെച്ച് ഇന്ദ്രേട്ടൻ ഇതിൽ ഇടപെടണം. ദാ അതിലൊരു സംശയം വേണ്ട അനു. ഞാനിപ്പോൾ തന്നെ പോയി അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയിരിക്കും. എന്നാ ഞാൻ ഇറങ്ങട്ടെ. അനുമേ, പോയിട്ട് വരാം. എത്രയേട്ടാ? 100. ദാ അമ്മേ, എന്താടി? അമ്മേ, വേഗം വാ. എന്താ? ദേ പ്രതിഭ വരുന്നു. പ്രതിഭയോ? ഇവളെ ആരെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? എന്നെ ധിക്കരിച്ച് ഇവിടെ കയറി വരാൻ മാത്രം വളർന്നോ അവള്? അമ്മ പ്രശ്നമൊന്നും ഉണ്ടാക്കല്ലേ. സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ കേസാവും. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല. നിക്കടി അവിടെ. ഇതെങ്ങോട്ടാ? അരി വാങ്ങിക്കൊടുക്കുന്ന വീട്ടിൽ ചോറ് തിന്നാൻ വരുന്നവരെ കയറി പോകുന്നത്. ഇത് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന വീടല്ലേ അമ്മ? എനിക്കിവിടെ വരാൻ പാടില്ല. പാടില്ല. എടി, നീ ഇനി ഇങ്ങോട്ട് എങ്ങനെയാ കയറി വരേണ്ടത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? എന്റെ വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കാനല്ലേ അമ്മ പറഞ്ഞേ? എന്റെ ഭർത്താവിനെ എനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള ഭയത്തില് ഞാൻ അതിന് തയ്യാറായതായിരുന്നു. പക്ഷെ ദൈവം അതിന് സമ്മതിച്ചില്ല. ദൈവോ? ഏത് ദൈവം ആടി? ആ ദൈവം തന്നെയാണോടി നിന്നിങ്ങോട്ട് പറഞ്ഞു വിട്ടത്? അതെ, ഇനി ഞാൻ പോവില്ല. എന്റെ ഭർത്താവിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ കൂടെ തന്നെ ഞാൻ ജീവിക്കും. ആ പിന്നെ നീ കുറെ ജീവിക്കും. എടി, ഇത് എന്റെ വീടാ. ഇവിടെ ആര് ജീവിക്കണം ജീവിക്കേണ്ടെന്ന് തീരുമാനിക്കുന്നത് ഞാനാ. ഇറങ്ങിപ്പോടി എന്റെ മുറ്റത്ത് നിന്ന്. ഇല്ലമ്മ, അമ്മ എന്നെ തല്ലിക്കൊന്നാലും ഞാൻ ഇവിടുന്ന് പോവില്ല. എടി, എന്റെ വീട്ടിൽ കയറി വന്ന് എന്നോട് നീ ധിക്കാരം പറയുന്നോടി. നിന്നെ ഇറക്കി വിടാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. വാ, വാടി ഇങ്ങോട്ട്. ഇങ്ങോട്ട് മര്യാദയ്ക്ക് ഇറക്കി പോകുന്ന നല്ലത്. എന്തി കാണിക്കുന്നേ? എടി, പോകാനാ പറഞ്ഞത്. പറഞ്ഞേ. എടി, ഇവള് പറഞ്ഞു നീ കേട്ടോ? എന്റെ സമ്മതമില്ലാതെ ഇവള് ഈ വീട്ടിൽ കയറി താമസിക്കുമെന്ന് നിനക്ക് അത്രയ്ക്ക് ധൈര്യം ഉണ്ടെങ്കിൽ കയറി താമസിക്കടി. അമ്മയ്ക്ക് ജയിലിൽ പോയി കിടക്കാൻ കൊതിയുണ്ടോ? അമ്മ ഇവിടെ നിന്ന് അടിച്ചിറക്കിയെന്ന് പറഞ്ഞ് പ്രതിഭ നേരെ പോലീസ് സ്റ്റേഷനിൽ പോയാ അമ്മയുടെ സ്ഥാനം പിന്നെ ജയിലില്ല. പ്രതിഭ രണ്ടും കൽപ്പിച്ച് വന്നോണ്ട് ചിലപ്പോ അതും ചെയ്തെന്ന് വരും. അല്ലേ പ്രതിഭ? ഇല്ല സോനെ, പോലീസ് സ്റ്റേഷനിൽ പോവാനായിരുന്നെങ്കിൽ എന്റെ വയറ്റിൽ വളരുന്ന ജീവനെ ഇല്ലാതാക്കാൻ ഈ അമ്മ പറഞ്ഞപ്പോഴെനിക്ക് പോവായിരുന്നു. ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ പരിശോധിച്ച ഡോക്ടറോടും അമ്മ ഇത് പറഞ്ഞു. ഞാൻ കേസ് കൊടുത്താ ആ ഡോക്ടർ സാക്ഷി പറയുമായിരുന്നു.